അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ ഡിഷ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്ന് ഞാൻ ചോദിച്ചു നോക്കാം. ആരാണ് പറയുന്നത്? കമോൺ ടെൽ മീ. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സേമിയ നമ്മളെ ഇതും വെച്ചിട്ട് പഴവും വെച്ചിട്ട് ഒരു അട ഉണ്ടാക്കണം. അട. ഓക്കെ. സേമിയ കൊണ്ട് അട ഉണ്ടാക്കും അല്ലേ? സേമിയയും പഴവും തേങ്ങാപ്പീര, പിന്നെ നമ്മള് ഇത് എന്താ പറയുക, ശർക്കരപ്പാനി, നെയ്യ്, ഏലക്കായന്റെ പൊടിയുണ്ട്. ഇത്രയുള്ള ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. ഓക്കെ. ഓക്കെ. അപ്പം നമ്മള് ഇങ്ങനെ പയ്യെ ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മൾ പഴം തോല് പൊളിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പോവാ അല്ലേ? അപ്പം നമ്മൾ ഇന്ന് 4 അടയ്ക്കുള്ള പ്ലാനാണ് വെച്ചിരിക്കുന്നത്. 4 അട അല്ലേ? അപ്പം അതിന് ചെറിയ കുടുംബം, അതുകൊണ്ട് നമ്മൾ ചെറിയ തോതിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ. ഒരു പഴം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഒരു കപ്പ് സേമിയ ഉണ്ട്, ഒരു കപ്പ് നമ്മുടെ തേങ്ങ ചിരണ്ടി, അര കപ്പ് ഇതുണ്ട്. പഴം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ സേമിയത്തെ ഉണ്ടല്ലോ 5 മിനിറ്റ് ബോയിൽ ചെയ്ത് വെള്ളത്തിൽ എടുത്തു. ഓക്കെ. സേമിയം ബോയിൽ ചെയ്യാൻ പോവാ അല്ലേ? ഇത് ഓൾറെഡി വറുത്തതാണ് സേമിയ, പക്ഷെ നമ്മൾ 5 മിനിറ്റ് വേവിക്കണം. ഓക്കെ. പിന്നെ ഓൾറെഡി 5 മിനിറ്റ് വേവിച്ചാൽ മതി. പിന്നെ നമ്മൾ സ്റ്റീമിൽ വേവിക്കാനാണല്ലോ ആണല്ലേ? അപ്പോൾ അതിൽ വേവ്. ഓക്കെ. അപ്പം സേമിയ വേവിക്കാൻ പോവാണ്. വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഓക്കെ. നമ്മൾ അതിൻ്റെ ഇടയിൽ പഴം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെയ്യ് ഒഴിച്ച് പഴം ആഡ് ചെയ്തു. നമ്മൾ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തേങ്ങയുടെ പീര അല്ലേ? തേങ്ങാപ്പീര നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ശർക്കരപ്പാനി ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ തന്നെ നമ്മുടെ സേമിയ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. സേമിയ ഓൾമോസ്റ്റ് പാകമായിട്ടുണ്ട്. ഓക്കെ. ഈ സേമിയത്തിൽ കൂടി നമ്മൾ എടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്യും അല്ലേ? ഇതൊന്നും കൂടി ഒന്ന് ഡ്രൈ ആവണ്ട. ശർക്കരപ്പാനി പൊഴിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. ഏലക്കായയുടെ പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ മിക്സ് ഓൾറെഡി ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഓക്കെ. നമ്മൾ ഈ സേമിയത്തിൽ കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. ഓക്കെ. ഇത് നന്നായിട്ടൊന്ന് അതിനെ മിക്സ് ചെയ്ത് സെറ്റ് ആക്കണം. ഞാൻ ആദ്യം വിചാരിച്ചെന്താണെന്നറിയോ, നമ്മൾ അരിൻ്റെ ബേസ് ഉണ്ടാവുമല്ലോ, അന്ന് നമ്മൾ അട ഉണ്ടാക്കിയപ്പോൾ നമ്മൾ അരിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കിയില്ലേ, അതില്ലല്ലേ? അതുവേ ഇതറേ. ഓക്കെ. നമ്മൾ അടയുടെ ബേസ് അല്ലേ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ തണുക്കാൻ വെക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇലയിലേക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റീം ചെയ്യും അല്ലേ? ഓക്കെ. ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യാൻ പോണേ? അപ്പോൾ ഇതിന് നമ്മൾ ജസ്റ്റ് ഒരു നെയ്യൊന്ന് ഓക്കെ. നമ്മൾ വാഴയുടെ ഇലയിൽ നെയ്യ് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ഒട്ടാണ്ടിരിക്കാനായിരിക്കും അല്ലേ? ടേസ്റ്റും കൂടും. ആണല്ലേ? പിന്നെ നമ്മളിപ്പോ മിക്സ് ഉണ്ടാക്കിയല്ലോ, അതിൽ നമുക്ക് മുന്തിരി ആഡ് ചെയ്യാം, അണ്ടിപ്പരിപ്പ്, എന്ത് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. സുഗന്ധദ്രവ്യങ്ങളോ? അതെന്താ? ഓക്കെ. ഓക്കെ. അപ്പം ഇതായിട്ടുണ്ട്. അമ്മ അവിടെ അത് എടുക്കുന്നുണ്ട്. ഓക്കെ. ചൂടാറാൻ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വട്ടത്തിലാ പരത്തുക. ഓക്കെ. 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 അത് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാനിൻ്റെ ചുവട്ടിലേക്ക് വെക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് തണുത്ത് കിട്ടും അല്ലേ? അത് ശരി. ഫാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനി ഒന്ന് ചൂടാറട്ടെ, കാണിച്ചു തരാം. ഓക്കെ. അമ്മ ആ ഫാൻ ഒന്ന് ഓഫ് ചെയ്തേക്കേ. ഓക്കെ. നമ്മൾ നമ്മുടെ അടയ്ക്കുള്ള ഫസ്റ്റ് പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതാ, ഇനി ഇത് റൗണ്ടാക്കി എടുക്കണം, അതാണ് ടാസ്ക്. പരത്തിയാൽ മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾ കലാകാരന്മാരൊക്കെ അവിടെ പോയി? അട റൗണ്ടല്ലേ ഉണ്ടാവണ്ടേ?
ആ ഇത് മടക്കൂല ഇനി. ആ അതൊക്കെ എനിക്കറിയാം. അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കും കേട്ടോ. ഓക്കെ. ആ ഇതന്നെ, ഇതാ ഞാൻ ഉദ്ദേശിച്ചത്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. ഇവർക്ക് മനസ്സിലാവാൻ കേട്ടോ. ഓക്കെ. അപ്പം നമ്മൾ ഉണ്ടാക്കിയത് മനസ്സിലായിട്ടുണ്ടാവും ആൾക്കാർക്ക്. അപ്പം ഇതേപോലെ നമ്മൾ ഇങ്ങനെ പരത്തിയതിന് ശേഷം നമ്മൾ മടക്കിയെടുക്കും. മഴ പെയ്യാൻ തുടങ്ങിയോ? അല്ല, നമ്മുടെ സ്റ്റീമർ ആയതല്ലേ, അയച്ച മഴയൊന്നും. ഓക്കെ, മടക്കാൻ പോവാണ്. മടക്കി ഒരു ബിരിയാണീൻ്റെ ലുക്ക് ഉണ്ട് അല്ലേ? കൊളാവോ? ഇല്ല അല്ല ഇല്ല, നോക്കൂ, ബിരിയാണീൻ്റെ ഒരു ഇത് പോലെ ഇല്ലേ കളറൊക്കെ? ബസ്മതി റൈസൊക്കെ ഇട്ടിട്ടുള്ള ബിരിയാണീൻ്റെ പോലെ ഉണ്ട്. നമ്മൾ അവസാനത്തെ അടേനും പരത്താൻ പോവാണ്. അപ്പൊ കഴിക്കാനുള്ള സ്ട്രെങ്ത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാം കേട്ടോ. ഒരു പഴത്തിന് പകരം 2 പഴാക്കാം, ഒരു കപ്പ് സേമിയത്തിന് 2 കപ്പ് സേമിയ ആക്കാം. ഓക്കെ. ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ഞങ്ങളിവിടെ 4 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് കാണിച്ചത്. ഓക്കെ, നമ്മുടെ 4ാമത്തെ അടയും മടക്കിയിട്ടുണ്ട്. ഓക്കെ, വരിക. സ്റ്റീമർ ഓണായോ? ഓക്കെ ഓക്കെ. അപ്പം നമ്മളിനി ഇത് വെക്കാൻ പോവാണേ. ഓക്കെ, നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്, നമ്മൾ എടുക്കാൻ പോവാണ്. ഗായ്സ്, നമ്മളെ അട റെഡി ആയിട്ടുണ്ട്, തുറക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. ഓക്കെ, സേമിയത്തിൻ്റെ അടയാണ് ഈ കാണുന്നത്. ഓക്കെ, നൈസ്. പെട്ടെന്ന് കഴിക്കുന്ന ചൂട്, നല്ല ചൂടുണ്ട്. ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാലേ കിളി വറക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ രണ്ടാളൊരു ബൈ പറഞ്ഞോളൂ. ബൈ ബൈ.